മലപ്പുറം ജില്ലയിൽ നേരിയ ശമനമാണ് മഴയ്ക്ക്. ഓറഞ്ച് അലർട്ട് ഉള്ളതിനാൽ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്തിരുന്നു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 441 പേരുണ്ട്. ശിവദാസ് കന്മനം ഒപ്പം ചേരും. ശിവദാസ്, മറ്റ് ജില്ലകളിലൊക്കെ മഴ ശമിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഇടവിട്ട് മലപ്പുറത്ത് മഴ പെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈ മഴ ഇടവിട്ടു പെയ്തത്? ആശങ്ക ഇപ്പോഴുമുണ്ടോ? ഉള്ള ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ ഇല്ലാതെ ഞാനിപ്പോൾ നിൽക്കുന്നത് എടായിപ്പാലത്താണ്. അതായത് ഇന്നലെ ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. മണ്ണിടിഞ്ഞ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള റോഡ് ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല. മഴ പൂർണ്ണമായി മാറി നിന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഈ റോഡിലേക്ക് ഇറങ്ങി വന്ന മണ്ണടക്കം മാറ്റാനും കഴിയുകയുള്ളൂ. കാരണം മഴ ഇപ്പോഴും മഴക്കാറ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ കാര്യമായി മഴ പെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രതീക്ഷ നിർഭരം തന്നെയാണ്. മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ ഈ ഒരു ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ ഒരു കാരാത്തോട് ഭാഗത്താണ് ഇത്തരത്തിൽ എടായിപ്പാലം, അവിടെ ഒരു ഉയർന്ന പ്രദേശത്തുണ്ടായിരുന്നു. ആ പ്രദേശത്ത് നിന്നും പൂർണ്ണമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കനത്ത മഴയിൽ പൂർണ്ണമായും ആ മണ്ണ് എല്ലാം ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ ദൃശ്യം അടക്കം പല ഇടങ്ങളിലും അത് വലിയൊരു ശ്രദ്ധേയമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു. കാരണം ഇപ്പോഴും ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മഴ ഇനി കനത്ത് പെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ദേശീയപാതയിലേക്ക് എത്തുന്ന പ്രധാന പാത കൂടിയാണ്. അതായത് മലപ്പുറത്ത് നിന്നും പ്രധാന ദേശീയപാതയിലേക്ക് എത്തുന്ന പ്രധാന വഴി കൂടിയാണ്. ആ റോഡിലെ ഗതാഗതമാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റീനേഷ കൂടി ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ഇപ്പൊ അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ടോ? എന്താണ് മണ്ണെടുക്കുന്നത്? യെസ്, 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 441 പേരാണുള്ളത്. മലപ്പുറത്ത് ഇന്നലെ രാത്രി ഇടവിട്ട് പെയ്ത മഴ വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.